പറയാൻ ചെന്നത് ഓടിപ്പടച്ച്. അപ്പൊ എനിക്ക് മനസ്സിലായി. അത് പോട്ടെ, അമ്മ എന്നെ നിർബന്ധിക്കരുത്, ഞാൻ പറയില്ല. ഏതെങ്കിലും ഒന്ന് നീ സമ്മതിച്ചേ പറ്റൂ. ഇനി ഭീഷണിയൊന്നുമില്ല. ചെയ്യാനുള്ളതേ എന്നായാലും ഞങ്ങൾ ചെയ്യും. മനസ്സിലായോടി? വാടാ. സംഭവബഹുലമായ പ്രണയകഥയിലെ നായിക നായകന്മാർ വീണ്ടും ഒരുമിക്കുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നാടുവിട്ടുപോയ ഭാര്യ തിരിച്ചെത്തി. ഭർത്താവ് 2 കൈ നീട്ടി സ്വീകരിച്ചു. വിസ്മയകരമായ ഈ സംഭവം അരങ്ങേറിയത് നമുക്ക് സുപരിചിതനായ ഒരാളുടെ വീട്ടിലാണ്. മുൻ മന്ത്രി പ്രതാപ വർമ്മയാണ് കഥയിലെ നായകൻ. ഈ ഇൻഫ്ലുവൻസേഴ്സിന് പോലും എന്നെ വിടാൻ ഉദ്ദേശമല്ല. എന്റെ ഭാര്യ തിരിച്ചെത്തിന്ന് വാർത്ത ഞാൻ 2 കൈ നീട്ടിയും സ്വീകരിച്ചെന്നു. സാർ അതൊക്കെ കണ്ട് ടെൻഷൻ അടിക്കുന്ന എന്തിനാ? ഭാര്യ തിരിച്ചെത്തിയെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. വേറെ അപവാദമൊന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ. അത് അപവാദമല്ലേ രാജു? വിട്ടുകള സാറേ. ഇതൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയാലേ പിന്നെ നമുക്ക് അതിനെ നേരുണ്ടാവുള്ളൂ. സാറിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും ഓർത്ത് വിഷമിക്കാണ്. സാർ ഈ മുറിയിൽ നിന്ന് ഇറങ്ങ്, ഒന്ന് ആക്റ്റീവ് ആവ്. പലതരം മാനസിക പ്രശ്നങ്ങളാ എനിക്ക്. മനസ്സ് നേരെ നിൽക്കുന്നില്ല. 10-40 വർഷത്തെ ബന്ധങ്ങളാ ഞാനും വേണൂട്ടനും തമ്മില്. ആ വേണൂട്ടനോട് വരെ ഞാൻ പിണങ്ങിയില്ലേ. അതൊന്നും സാരമില്ല. അച്ഛൻ അതൊന്നും മനസ്സിൽ ഓർത്ത് വെക്കാറുമില്ല. അച്ഛനത് അപ്പോഴേ മറന്നു കാണും. അതൊന്നും പോരാ. വേണൂട്ടനെ നേരിൽ ചെന്ന് കണ്ട് മാപ്പ് ചോദിക്കണം. സാർ ഈ മൂഡ് ഓഫൊക്കെ ഒന്ന് മാറ്റി പുറത്തേക്ക് ഇറങ്ങ് സാറേ. പാർട്ടി ഓഫീസിലൊക്കെ പോയിട്ട് എത്ര നാളായി? അല്ലാതെ ഹലോ സാർ, ഞാനെന്നാ ഋതു എവിടെ പോയി? മോളെ കാണാനില്ലല്ലോ. പറയാതെ എങ്ങോട്ടും പോവാത്താണല്ലോ. എവിടേക്ക് പോയി? നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഒന്നുമില്ല. എന്തോ ഒരു കള്ളത്തരം ഉണ്ടല്ലോ. എന്താ അത്? ഒന്നുമില്ലമ്മേ. ഇതെന്താ? മാങ്ങ? മാങ്ങയോ? സത്യം പറയണം, അത് ശരിയല്ലേ? തെറ്റമ്മയോട് കള്ളത്തരം കാണിക്കണോ? മോളത് രാജുവിനോട് പറഞ്ഞോ? പറഞ്ഞില്ല. അതെന്താ പറയാത്തെ? ഞാൻ പറയില്ല. പറയണം, നീ തന്നെ പറയണം. പറയാൻ ചെന്നത് ഓടിപ്പടച്ച്. അപ്പൊ
ഇപ്പൊ എനിക്ക് മനസ്സിലായി. അത് പോട്ടെ. അമ്മ എന്നെ നിർബന്ധിക്കരുത്. ഞാൻ പറയില്ല. ഇന്ന് സമ്മതം മൂടിയില്ലെങ്കിൽ ഞാനൊരു കാബാലികനായിട്ട് മാറും. അവൾ ഇങ്ങോട്ട് പോരട്ടെ, ഈ മുറി മുഴുവൻ സുഗന്ധം പരക്കട്ടെ. ഇനി ഒരു റൊമാൻറ്റിക് സോങ് കൂടി വെച്ചേക്കാം. എന്തൊരു സുഗന്ധ ദീപു. എന്തിനാ ഈ വില കൂടിയ പെർഫ്യൂമൊക്കെ ഇങ്ങനെ എയറിലടിച്ച് നശിപ്പിക്കുന്നേ? എയർ ഫ്രഷ്നർ അടിച്ചൂടെ? ഇതുവരെ നമ്മുടെ ഫസ്റ്റ് നൈറ്റ് നടന്നിട്ടില്ലല്ലോ. ഫസ്റ്റ് നൈറ്റിൽ ഞാനൊന്ന് ഉറങ്ങിപ്പോയി, അങ്ങനെ അത് അലമ്പായി. ഇന്ന് എന്തായാലും നമ്മുടെ ഫസ്റ്റ് നൈറ്റാ, അതിൽ യാതൊരു തർക്കവും ഇല്ല. അതിനെ പറ്റിയൊക്കെ സംസാരിക്കാം. ആദ്യം ഈ പാല് കുടിക്കേ. പകുതി ഞാൻ കുടിച്ചിട്ട് പകുതി ഞാൻ നന്ദൂന് തരാം. അത് വേണ്ട. കിച്ചണിന്ന് 1.5 ഗ്ലാസ് പാല് കുടിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് കയറി വന്നേ. കുടിക്ക്. നീ ഇന്ന് വെളച്ചിലും കൊണ്ടുവരുമെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായി. അതുകൊണ്ട് ഞാൻ അതിനകത്ത് കലക്കിയിട്ടുണ്ട് ഉറക്ക ഗുളിക. നന്ദു, ദീപോടെ ഇരുന്നേ, ഞാൻ സമാധാനത്തിലൊരു കാര്യം പറയട്ടെ. എന്താ നന്ദു? ചിറ്റൂർ നാരായണ പിഷാരടിന്ന് കേട്ടിട്ടുണ്ടോ? ഞാനൊരു പിഷാരടിയും കേട്ടിട്ടില്ല. വാ നന്ദു, ഇങ്ങോട്ടാ, ഈ കട്ടിലിരിക്കാം. വാ. ഇരിക്കാം. ഞാൻ പറയുന്ന മുഴുവനൊന്ന് കേക്ക്, എന്നിട്ട് ഞാൻ ഇരിക്കാം. ഓരോ ഉടായ്പ പറഞ്ഞ് എന്നെ മായക്കാനാണ് പ്ലാനെങ്കിലേ ദേ എന്റെ തനി സ്വഭാവം കാണുവേ. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് കാണിക്ക് ദീപു. പറയ്. ഈ നാരായണ പിഷാരടി പ്രശസ്തനായൊരു ജ്യോതിഷനാ. അങ്ങേരെന്റെ ജാതകം നോക്കി ഒരു കാര്യം പറഞ്ഞിരുന്നു. എന്തു പറഞ്ഞു? കല്യാണം നടത്തിക്കോ, പക്ഷെ ശാന്തി മുഹൂർത്തം വേണ്ടതല്ലേ? അങ്ങനെയല്ല, കല്യാണം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞിട്ടേ ശാന്തി മുഹൂർത്തം ആവാവുള്ളൂന്ന്.